നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം. ടോപ്പ് 7 at 7ലേക്ക്. കേരളത്തിന് ഇന്ന് വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരളത്തിന് ലഭിക്കുന്ന മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണിത്. 2 വന്ദേ ഭാരത് ട്രെയിനുകളും വലിയ ജനപ്രിയ സർവീസുകളായി മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പുതിയ സമ്മാനവും കേരളത്തെ തേടിയെത്തുന്നത് ബംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ ടോപ്പ് at 7 തുടങ്ങും. फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत. കേരളത്തിന്റെ വികസന പാതയിലേക്ക് ചൂളം വിളിച്ചു മൂന്നാം വന്ദേ ഭാരത്. വാരണാസിയിൽ നടന്ന ചടങ്ങിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് അടക്കം 4 വന്ദേ ഭാരത് സർവീസുകളാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത്. എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ നടന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരത് യാത്രാശീലങ്ങൾക്ക് ഗുണകരമായ മാറ്റം വരുത്തിയെന്നും കുറച്ചു വർഷങ്ങൾക്കകം ഭാരതം വികസിത രാജ്യമാകുമെന്നും ഗവർണർ. വന്ദേ ഭാരത് has given a different meaning to transportation, particularly railways routes, railway transportation. Now nobody will tell us that we are a underdeveloped country. Nobody will call us we are a developing country. After few years we will be a developed country, vikasit country. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ സന്നിഹിതരായിരുന്നു. കാശ്മീർ വരെ വന്ദേ ഭാരത് എത്തിച്ചെങ്കിൽ അത് വിപ്ലവാത്മകമായ മാറ്റമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വന്ദേ ഭാരത് എന്നത് നമുക്കൊന്ന് സമപ്പ് ചെയ്ത് പറയാവുന്നത് റെവല്യൂഷൻ ഓൺ റെയിൽസ്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ ആകമാനം കശ്മീർ വരെയും നമുക്കിത് എത്തിക്കുവാൻ സാധിച്ചെങ്കിൽ അത് വിപ്ലവാത്മകമായ ഒരു വലിയ നീക്കം തന്നെയാണ്. കേരളത്തിന്റെ വികസന മുരടിപ്പിന് പിന്നിൽ ഇച്ഛാശക്തിയില്ലായ്മയാണെന്നും സ്ഥലമേറ്റെടുപ്പ് സംസ്ഥാന സർക്കാർ നിർവഹിച്ചാൽ കേന്ദ്രം പദ്ധതികൾ പ്രാവർത്തികമാക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആലപ്പുഴ കൂടിയുള്ള പാത ഇരട്ടിപ്പിക്കുന്നതിൽ, സ്ഥലമെടുത്തു കൊടുക്കുന്നതിൽ വളരെ പരാജയമാണ്. അത് അതിവേഗം തീർത്തില്ല എങ്കിൽ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ സ്പീഡ്, അതിനനുസരിച്ച് കേരളത്തിലെ സർക്കാർ മാറണം, സംവിധാനങ്ങൾ മാറണം. അപ്പോൾ ആലപ്പുഴ വഴിയുള്ള ആ ഇരട്ടിപ്പിക്കൽ പൂർത്തിയാണ്. കോട്ടയം വഴിയുള്ളത് പൂർത്തിയായി. രാജഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഇരട്ടിപ്പിക്കൽ രണ്ടും. അത് പൂർത്തിയാക്കിയത്, കോട്ടയം വഴിയുള്ളത് പൂർത്തിയാക്കിയത് വീണ്ടും നരേന്ദ്രമോദിജിയുടെ സർക്കാർ, അടൽജിയുടെ തുടങ്ങി മോഡിയുടെ സർക്കാരിലാണത് പൂർത്തിയാക്കിയത്. ഇനി ആലപ്പുഴ വഴിയുള്ളത് ഈ സ്ഥലം എടുത്തു കൊടുക്കാൻ മടിക്കുന്നത് കൊണ്ടുള്ള ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ സമ്മാനത്തിന് ദേശഭക്തി ഗാനം പാടി വിദ്യാർത്ഥികൾ വരവേറ്റു. എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വന്ദേ ഭാരത് യാത്രയ്ക്കിടെ ഗണഗീതമായ പരമപവിത്രമദാമി മണ്ണിൽ ആലപിച്ചത്. IT മേഖലയിലടക്കം ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ബംഗളൂരുവിലേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നത് കേരളത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു. പുതിയ വന്ദേ ഭാരത് സർവീസോടെ 600-ലേറെ സീറ്റുകൾ കൂടിയാണ് ബംഗളൂരു യാത്രക്കാർക്ക് അധികമായി ലഭിക്കുന്നത്. ഉത്സവ സീസണുകളിലെയും അവധി ദിവസങ്ങളിലെയും തിരക്കും ഉയർന്ന യാത്രാക്കൂലിയും ഇതോടെ നിയന്ത്രിക്കാനാകും. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടാനാകും. 9 സ്റ്റോപ്പുകളാണ് ഉള്ളത്. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. മൂന്നാം വന്ദേ ഭാരത് കേരളത്തിലൂടെ ഓടിത്തുടങ്ങി. ഇനിയും വരാനിരിക്കുന്നു കൂടുതൽ വന്ദേ ഭാരതുകൾ, അമൃത് സ്റ്റേഷനുകൾ. സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ ഇനിയും വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കൊച്ചിയിൽ നിന്ന് മിഥുനയ്യപ്പൻ, ജനം. അതേസമയം പുതിയ വന്ദേ ഭാരത് ട്രെയിനിന് പാലക്കാട് നൽകിയ സ്വീകരണം ബഹിഷ്കരിച്ച് BJP. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലുമായി വേദി പങ്കിടാനില്ലെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസവും BJP പൊതുപരിപാടികൾ സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. രാഹുലുമായി വേദി പങ്കിടുന്ന മന്ത്രി V ശിവൻകുട്ടിയെ ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് BJP നേതൃത്വം ഒരിക്കൽ കൂടി. എറണാകുളത്ത് നിന്ന് ആരംഭിച്ച ബംഗളൂരു വന്ദേ ഭാരത് രാവിലെ 10:50ഓടെയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ട്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ട്രെയിനിന് സ്വീകരണം നൽകാൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ
പരിപാടിയിലേക്ക് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി എത്തിയതോടെ BJP നേതാക്കൾ പരിപാടി ബഹിഷ്കരിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ഉദ്ഘാടന സഭയിൽ രാഹുൽ എത്തിയതോടെ BJP കൗൺസിലറും നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ മിനി കൃഷ്ണകുമാർ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. നിരവധി സ്ത്രീകളുടെ ലൈംഗിക പീഡന ആരോപണങ്ങളും നിർബന്ധിത ഗർഭചിത്ര ഓഡിയോകളുമെല്ലാം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ രാഹുലുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ജനം, പാലക്കാട്. ദേശഭക്തി ഗാനങ്ങളോട് പൊതുവെ അസഹിഷ്ണുത പുലർത്തുന്നവരാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ CPM. വർഷങ്ങളോളം സ്വന്തം പാർട്ടി ഓഫീസിൽ ദേശീയ പതാക ഉയർത്താൻ പോലും വിമുഖത കാട്ടിയ പാർട്ടിയാണ് CPM. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചതിലാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വിയോജിപ്പുമായി രംഗത്തെത്തിയത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷവും കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി പറക്കുകയാണ്. മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. കേരളത്തിന് അനുവദിച്ച പുതിയ വന്ദേ ഭാരതിന്റെ കന്നി യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ചതാണ് മുഖ്യമന്ത്രിയെയും CPM-നെയും ചൊടിപ്പിച്ചത്. എറണാകുളം മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിന്റെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും വിമർശനത്തിൽ പറയുന്നു. ദേശഭക്തി ഗാനം എന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാവുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണ് ചെയ്തതെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനെയും പോലുള്ള നവോത്ഥാന നായകരെ സ്മരിക്കുന്ന ഗാനത്തെ എതിർക്കുന്നത് എന്തിനെന്ന ചോദ്യം ഉയരുകയാണ്. മഹാത്മാക്കളുടെ ജീവിതത്തെയും ഭാരതാംബയെയും വാഴ്ത്തുന്ന ഗാനത്തിനോടുള്ള എതിർപ്പ് ഇവയോടുള്ള അവഗണനയാണെന്നും വിലയിരുത്തലുകളുണ്ട്. ഇതിനു മുമ്പും ഗണഗീതം പാടുന്നതിനെതിരെ ഇടതുപക്ഷത്തിന്റെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ പാട്ടിനും പാട്ടു പങ്കുവച്ച റെയിൽവേയുടെ ഇടപെടലിനും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 67.30 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഗ്രീൻ വാലി അക്കാഡമി ഉൾപ്പെടെ കണ്ടുകെട്ടിയിട്ടുണ്ട്. വിവിധ ട്രസ്റ്റുകളുടെയും SDPIയുടെയും പേരിലുള്ള സ്വത്തുക്കൾ ഉൾപ്പെടുന്നു. ഇതുവരെ കണ്ടുകെട്ടിയത് 123 കോടി രൂപയുടെ സ്വത്തുക്കളാണെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ S നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകും. നന്ദൻ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കേവലം ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു കടലാസിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു നിരോധനമല്ല, മറിച്ച് ഈ ഭീകര സംഘടനയെ വരിഞ്ഞു മുറുകിയുള്ള ഒരു നിരോധനമാണ് കേന്ദ്ര സർക്കാർ 2022 നടപ്പാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ കോടിക്കണക്കിന് രൂപയുടെ PFIയുടെയും SDPIയുടെയും സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശദാംശങ്ങൾ പറയും. വെറും കർശനമായ നടപടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെയും അതേപോലെ തന്നെ SDPIക്കെതിരെയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് 131 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് ഈ SDPI PFIയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ഇതിപ്പോൾ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 2023 62 കോടി രൂപയുടെ സ്വത്തുക്കൾ SDPIയുടെയും PFIയുടെയും കണ്ടുകെട്ടിയിരുന്നു. ഇതിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിലായി ഇട്ടുള്ള ചില നിക്ഷേപങ്ങളും അതേപോലെ തന്നെ മറ്റു ചില സ്വത്തുവകകളുമായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 67.03 കോടി രൂപയുടെ സ്വത്തുവകകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ട്രസ്റ്റും അതേപോലെ തന്നെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുക്കളടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൊത്തം 129 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. 131 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതും എന്നതാണ് SDPI വ്യക്തമാക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള സ്വത്തുവകകൾ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വത്തുക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള നടപടികൾക്ക് ഇത് വിധേയമായിട്ടുണ്ട്. മാത്രമല്ല ഫോറിൻ ഫണ്ടിൽ FCRA ലൈസൻസിന്റെ കൃത്യമായ ലംഘനം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേക്ക് അക്കൗണ്ടുകൾ, വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും SDPI പോപ്പുലർ ഫ്രണ്ട് വ്യാപകമായി ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
സെക്രട്ടേറിയറ്റ് കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. SPPI അതേപോലെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ചില മറ്റ് ട്രസ്റ്റുകൾക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ഇതിൽ കൃത്യമായ ചില വ്യക്തികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല ഈ പണം ഇവർ ഉപയോഗിച്ചത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. SPPI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് റീഫാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന വിദേശ ഫണ്ടിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട FCRA ചട്ടത്തിൽ കൃത്യമായ ലംഘനം നടത്തി എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുകയാണ്. ഗൗതം, ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും 67 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഗ്രീൻ വാലി അടക്കമുള്ള PFIയുടെ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. S നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിനായുള്ള പരസ്യപ്രചരണം നാളെ അവസാനിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് NDAയ്ക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണത്തിനായി ഇറങ്ങി. പ്രചരണത്തിന്റെ അവസാന ഘട്ടമായിട്ടും NDA റാലികളിൽ വലിയ ജനപങ്കാളിത്തവും ആവേശവുമാണ് ദൃശ്യമാകുന്നത്. കിഷൻഗഞ്ച്, ഗയ, അരായി തുടങ്ങിയ 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലാണ് ഇനിയും ജനവിധി രേഖപ്പെടുത്താനുള്ളത്. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. നാളെ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഈ നിർണായക തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കും. പിന്നീട് മറ്റന്നാൾ നിശബ്ദ പ്രചരണവും 11-ാം തീയതി ഈ 122 ശേഷിക്കുന്ന മണ്ഡലങ്ങൾ കൂടി വിധി എഴുതി കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് വേഗത്തിൽ വിശദീകരിക്കൂ ജിഷ്ണു. ഗൗതം, ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങി നിൽക്കുകയാണ്. 122 മണ്ഡലങ്ങൾ, അതായത് 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ 11-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അവിടങ്ങളിൽ അവസാനഘട്ട പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുള്ളത്. മുതിർന്ന നേതാക്കളെ, ജനപ്രിയ നേതാക്കളെ, താരപ്രചാരകരെ ഇറക്കിക്കൊണ്ടുള്ള മെഗാ റോഡ് ഷോയും പൊതുപരിപാടികളുമാണ് NDA നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലുണ്ട്. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയും അത്തരത്തിൽ മെഗാ റാലികളും പൊതുപരിപാടികളുമാണ് അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രചാരണം നയിക്കുന്നത്. ഇന്ന് ഈ ഒരു രാത്രിയും നാളെ ഒരു പകലും മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിലുള്ളത്. ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗ്, റെക്കോർഡ് പോളിംഗ് രണ്ടാം ഘട്ടത്തിലും ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി തങ്ങൾക്ക് അനുകൂലമായ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രാമമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിൽ ഭൂരിപക്ഷവും ഗ്രാമമേഖലകളാണ്. കർഷകർ കൂടുതലായുള്ള പ്രദേശങ്ങളാണ്. ഗയ, മധുബനി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ, ചമ്പാരൻ മേഖല, ഇന്ന് പ്രധാനമന്ത്രിയുടെ റാലി ചമ്പാരനിലുണ്ടായിരുന്നു. അത്തരത്തിൽ ഗ്രാമീണ മേഖലകൾ, പ്രത്യേകിച്ച് കർഷകർക്ക് കൂടുതലായുള്ള അവരുടെ വോട്ടുകൾ ഏറെ നിർണായകമായിട്ടുള്ള മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. അതുകൊണ്ട് അവർ ആർക്കൊപ്പം നിൽക്കും? കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വികസന ജനക്ഷേമ പദ്ധതികൾ, ഇവയെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് NDAയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതോടൊപ്പം RJD തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊരു ഭരണമാറ്റം വേണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിശക്തമായ പ്രചാരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കനത്ത പോരാട്ടം പല മണ്ഡലങ്ങളിലും നടക്കുന്നു. അത് BJP, JDU, LJP സഖ്യവും RJDയും തമ്മിലുള്ളൊരു രാഷ്ട്രീയ പോരാട്ടമെന്ന് നമുക്ക് വിലയിരുത്താം. ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും അത്രയധികം ദുർബലമാണ്. ഇനി ഒരു പകൽ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഷ്ട്രീയ പാർട്ടികൾ തുടക്കം കുറിച്ചിരുന്നു. അത്തരത്തിൽ ഏകദേശം 1 മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിനാണ് നാളെ കൊടി താഴാൻ പോകുന്നത്. കൊടി താഴുമ്പോൾ ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം, 11-ാം തീയതി 122 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തും. പിന്നെ 2 ദിവസത്തെ കാത്തിരിപ്പാണ്. 14-ാം തീയതിയാണ് ബീഹാറിന്റെ ജനത ആർക്കൊപ്പം നിന്നു എന്നറിയുന്ന ഫലപ്രഖ്യാപനം ഉണ്ടാവുക. സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നാളെ വൈകുന്നേരം അവസാനിക്കുകയാണ്. ഡൽഹി പുഷ്പക വിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി പുതുവന ദാമോദരൻ നമ്പൂതിരിയുടെ അനുജ്ഞയോടെ മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിരവധി ഭക്തർ എത്തുകയാണ്. വിവരങ്ങൾ S ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ ചടങ്ങ് ആരംഭിച്ചുവല്ലോ. രാജ്യതലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് ഈ സന്ധ്യാസമയത്ത് എത്തുന്നതായി അറിയാൻ കഴിയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പറയൂ ശ്രീകാന്ത്. ഗൗതം, ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ
പ്രധാന സ്ഥാനമുള്ളതാണ് പുഷ്പവിഹാറിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അവിടെ ശനിദോഷ നിവാരണ പൂജ, ഇത് 25ാമത് ശനിദോഷ നിവാരണ പൂജയാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ പാട്രൺ കൂടിയായ, ഇവിടുത്തെ രക്ഷാധികാരി കൂടിയായ AK ഭാസ്കർജി എന്നാണ് അദ്ദേഹത്തെ മുഴുവൻ പേരും വിളിക്കുന്നത്. അദ്ദേഹം നമുക്കൊപ്പം ഇതിനെക്കുറിച്ച് പറയുന്നതിന് ചേരുന്നുണ്ട്. ഭാസ്കർജി, നമസ്കാരം. ഈ ശനിദോഷ നിവാരണ പൂജ ഡൽഹിയിൽ ഏറ്റവും പ്രശസ്തമായ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുകയാണ്. എന്താണ് ഈ പൂജയുടെ ഒരു പ്രത്യേകത? ശനീശ്വരന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന, ഈ പൂജ 25 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ക്ഷേത്രം നിർമ്മിച്ചതിന് തുടർച്ചയായി നമ്മൾ ഈ ശനീശ്വര പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥലം ലഭിച്ച സമയം മുതലേ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് 25 വർഷമായിട്ട് ഈ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ശനിദോഷവും, അതായത് യാഥാർത്ഥ്യത്തിലുള്ള എല്ലാ നമ്മളുടെ ബുദ്ധിമുട്ടുകൾക്കും കാരണമായിട്ട് ശനിയെ നമ്മൾ കരുതുന്നു. ആ കരുതലിലൂടെ ഏത് മതങ്ങളായാലും ഏത് ജാതിയായാലും എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണ് ശനീശ്വരനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ ശനീശ്വര പൂജയിലൂടെ, ഈ സഹസ്രനാമ ജപത്തിലൂടെ പലതും നമ്മൾക്ക് അറിയാത്ത പലതും നമ്മൾക്ക് ലഭിക്കുന്നു. നമ്മളുടെ ജീവിത രീതി മാറ്റുന്നു, നമ്മളുടെ ചിന്താരീതി മാറ്റുന്നു. നമ്മളിൽ പങ്ക്ച്വാലിറ്റി വളരെയധികം ശരിയായിട്ട് വരുന്നു. ആ പങ്ക്ച്വാലിറ്റിയിലൂടെ നമ്മൾക്ക് എല്ലാ ജീവിത സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു. ഇതെല്ലാം വളരെ ഡീപ്പാണെങ്കിലും മനസ്സിലാക്കിയിരിക്കണം ഈ കാര്യം. അതായത് ഈ ശനീശ്വര പൂജയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് എന്തെല്ലാമാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല. പക്ഷെ ഇത് പൂജിച്ചു വരുന്ന എല്ലാ കുടുംബത്തിനും വളരെ ഐശ്വര്യങ്ങളും കാര്യങ്ങളുമുണ്ട്. ഇവിടെ ശ്രീ ധർമ്മശാസ്ത്ര കുടുംബസ്ഥനമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഭാര്യ പ്രഭയും സത്യകൻ പുത്രനുമായിട്ടിരിക്കുന്ന, ഒരേ പീഠത്തിലിരിക്കുന്ന, വളരെ ദുർലഭം നിങ്ങൾക്ക് കാണാൻ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലൂടെ വിവാഹ സൗഭാഗ്യവും അതുപോലെ തന്നെ പുത്ര സൗഭാഗ്യവും നമ്മൾക്ക് ലഭിക്കും. അതാണ് ഇവിടുത്തെ പ്രാധാന്യം. അങ്ങനെ പലരും അനുഭവസ്ഥരാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ. അപ്പൊ അതിൽ ഈ ശനീശ്വര പൂജ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വളരെ അധികം ആൾക്കാർ, ഇപ്പൊ ഈ കോവിഡ് കാലം മുതൽ വരെ വളരെയധികം 2000-3000 ആൾക്കാർ ഇരുന്ന് പൂജിക്കാൻ തന്നെ ഇരുന്നിരുന്നു. ഇപ്പൊ കുറഞ്ഞു, ഇപ്പൊ കുറേശ്ശെ കൂടുന്നുണ്ട്. ഇനി ഈ രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ മഹത്വം മാറിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഉപകാരമുണ്ടാവട്ടുള്ള എന്നുള്ളതാണ് ഇവിടുത്തെ നടത്തിപ്പുകാരായ, അല്ലെങ്കിൽ ഇതിന്റെ ജനറൽ ബോഡി, ഇവിടുത്തെ ഇതിന്റെ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരുടെ സൗകര്യത്തിനും സുഖത്തിനും സമൃദ്ധിക്കും. അപ്പൊ അത് ശരിയായി വരുമെന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. ശരി. അപ്പോ ഈ ശനീശ്വര ശ്രീകാന്ത്, അതായത് ഈ ശനിദോഷ നിവാരണ പൂജ അത് ഡൽഹിയിലെ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ശ്രീകാന്താണ് ക്ഷേത്രത്തിൽ നിന്നും ചേർന്നത്. രാഷ്ട്രീയത്തിലല്ല, രാഷ്ട്ര സേവനത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് പ്രഥമ പരിഗണനയെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് RSS ശതാബ്ദി വർഷത്തോട് അനുബന്ധിച്ച് ബംഗളൂരുവിൽ നടക്കുന്ന ദ്വിദിന പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. The methodology of organizing the society through man making. Why society? Because as I said, leaders, they do help. Policies, they matter. Ideologies, they also matter. All these things are helping. They are not the main thing. The society has to be there. It accepts. It works. When all these things, they come into realization. So, Dr. Hedgevar said, I will get away from politics, current politics, vote politics, power politics. It will not help me. It will divide. Also, a political party will not allow its volunteers to work for this freely, because it is also constrained by various political constraints and restraints. One has to work freely, without any pressure on mind. Whatever is true, whatever seems fit, he will be able to do. So we have to have a separate apolitical organization. When we think of the country and its affairs, we have to think of politics, but we need not participate. We don't participate in politics. We participate in
राष्ट्रशक्ति। ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഭാരതം. 5ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ ഭാരതം 2-1 പരമ്പര സ്വന്തമാക്കി. 4.5 ഓവർ മാത്രമാണ് ഇന്ന് മത്സരം നടന്നത്. പരമ്പരയിലെ 2 മത്സരങ്ങളാണ് മഴ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നത്. നേരത്തെ ഓസീസിനെതിരായ ഏകദിന പരമ്പരയും ഭാരതത്തിന് നഷ്ടമായിരുന്നു. അഭിഷേക് ശർമ്മയാണ് പരമ്പരയിലെ താരം. കേരളത്തിനുള്ള മോദിജിയുടെ സമ്മാനത്തിൽ ദേശഭക്തി ഗാനം പാടി വരവേറ്റ വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ഹീറോസ്. ആ ദൃശ്യങ്ങളോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ. മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മുട്ടും ഇരുത്തെടുത്ത് പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. പവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ